നമസ്കാരം, എല്ലാവർക്കും ജോയ് ഓഫ് ഫ്ലെയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏരിയ ഓഫ് പെപ്പറോമിയ, അതായത് പെപ്പറോമിയയുടെ നമ്മുടെ വീട്ടിലെ സെക്ഷനാണ് ഏരിയ ഓഫ് പെപ്പറോമിയ. അതൊന്ന് ക്ലീൻ ചെയ്യാനും റീപോർട്ടും റീഫില്ലും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് മമ്മിയാണ് കേട്ടോ. അപ്പോൾ മമ്മി ഈ ഒരു സെക്ഷൻ ക്ലീൻ ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ, റിപ്പോർട്ടും റീഫില്ലും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്ലവർ ആണ് ഈ വളമൊക്കെ ഒന്ന് ആഡ് ചെയ്തത്. ഇത് നമ്മുടെ ബേബി റബ്ബർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന, നിങ്ങൾക്ക് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് പെപ്പറോമിയ റീപോർട്ട് റീഫില്ലും ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാനാണ് പോകുന്നത് കേട്ടോ. ഈ കാണുന്ന ചെടിയാണ് പെപ്പറോമിയ സ്റ്റാൻഡൻസ് ഗ്രീൻ. പെപ്പറോമിയയുടെ ഏത് വെറൈറ്റി ആവട്ടെ, നമ്മൾ പോട്ടി മിക്സും വെള്ളവും കറക്റ്റ് രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ വളർത്താൻ ഏറ്റവും എളുപ്പമുള്ള ചെടിയാണ് പെപ്പറോമിയ. ബിഗിനേഴ്സിന് പോലും അഡ്വൈസ് ചെയ്യുന്ന ചെടിയാണ് പെപ്പറോമിയ. മമ്മി, ഇതിൽ എന്തോന്നൊക്കെയാണ് പോട്ടിംഗ് മിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പെപ്പറോമിയ നടാൻ വേണ്ടിയിട്ട്? ചാണകപ്പൊടി, മണ്ണ്, മണൽ, പിന്നെ വേണമെങ്കിൽ പെർലൈറ്റ് കൂടെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പെർലൈറ്റ് യൂസ് ചെയ്യുന്നില്ല. ചാണകപ്പൊടി, മണ്ണ്, മണൽ മാത്രം തന്നെ. കരിയില പൊടി കൂടെ. ഇതിപ്പം ഈ പെപ്പറോമിയൊക്കെ എന്താണ് ചെയ്യുന്നത്? ഈ പെപ്പറോമിയ നമുക്ക് ഒന്ന് മണലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മണ്ണൊക്കെ ഇട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. കാണിക്കില്ല, മണൽ കൊണ്ടോ മണ്ണൊക്കെ എല്ലാം മുകളിലോട്ട് വന്നു. അപ്പോൾ ഒന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ മണ്ണ് ഈ വളമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് വളം മാത്രം, ചിലതിന് ആഡ് ചെയ്ത്, ചിലതിന് വളം മാത്രം മതി. ചിലത് കൂടുതൽ ശാഖകൾ നിൽക്കുന്നതിനൊക്കെ വെട്ടി മറ്റൊന്നിൽ നടുകയാണ്. ഇത് രണ്ടും ഒരേ വെറൈറ്റിയാണ്. സക്യുലൻസ് അല്ലെങ്കിൽ സെമി സക്യുലൻ ഗ്രൂപ്പിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് പെപ്പറോമിയ എന്ന് പറയുന്നത്. കാരണം ഇതിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ഈ പെപ്പറോമിയാസിനെ ചുറ്റിപ്പറ്റി ബ്രസീലിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഒക്കെ ഉണ്ട് കേട്ടോ, വഴിയെ പറയാം. ഇതാണ് പെപ്പറോമിയ ഒബ്സ്റ്റൂസിഫോളിയ അല്ലെങ്കിൽ ബേബി റബ്ബർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ചെടി. വളരെ കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ വന്നിട്ട് ഒരു 30 years ആയി എന്നാണ് മമ്മി പറയുന്നത്. അപ്പൊ ഞാൻ ജനിക്കുന്നതിനൊക്കെ മുന്നേ ഉള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ള പെപ്പറോമിയ ഒബ്സ്റ്റൂസിഫോളിയ. എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ള ഒരു പെപ്പറോമിയ വെറൈറ്റി ഇത് തന്നെ ആയിരിക്കും. കുറെ പോട്ടിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു സ്ലൈറ്റ് യെല്ലോ വെരിഗേഷൻ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിനെപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ അതിന്റെ സോയിലിൽ ഒരു 2 to 3 inches തൊട്ട് നോക്കിയിട്ട് നനവുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാ നോക്കി എത്ര ചട്ടിയിലാണ് നമുക്ക് ആ ഒരു ഒബ്സ്റ്റൂസിഫോളിയ ഉള്ളതെന്ന്. പൊതുവെ പെപ്പറോമിയെ റേഡിയേറ്റർ പ്ലാന്റ്സ് എന്നും പറയാറുണ്ട് കേട്ടോ. അത് ചൂട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഭംഗിയുള്ള ഒരു പെപ്പറോമിയാണ്. ഇത് ലീഫ് വെച്ച്, ഈ പെപ്പറോമിയ എല്ലാം ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാമേ. ഈ ഒരു ചെടിയുടെ പേരാണ് പെപ്പറോമിയ ബ്ലാക്ക് നൈറ്റ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. അത് ഈ സംഭവം എന്തുവാണ്? ഇതിന്റെ ഫ്ലവർ ആണ്. പെപ്പറോമിയ എന്നത് പെപ്പറേഷ്യ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സീഡ്സും ഫ്ലവേഴ്സും ഒക്കെ കുരുമുളക് എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഈ പെപ്പറോമിയുടെ അല്ലേ, ലീഫിൽ നിന്നുകൂടെ പ്രൊപ്പഗേഷൻ സാധ്യമാകുന്ന ഒരു പ്ലാന്റ് ആണ് പെപ്പറോമിയ എന്ന് പറയുന്നത്. ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് ലീഫിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ വാട്ടർമെലൺ പെപ്പറോമിയയും അങ്ങനെ മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ ലീഫിൽ നിന്ന്. മമ്മി എടുത്തു വെക്കുന്ന പെപ്പറോമിയയുടെ ഐഡി ഷുവർ അല്ല കേട്ടോ, കാരണം ഒബ്സ്റ്റൂസിഫോളിയ അല്ല, ഒബ്സ്റ്റൂസിഫോളിയാണ് മമ്മി ഈ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ പെപ്പറോമിക്ക് ഒരു ക്രീം ഷെയ്ഡാണ് വരുന്നത്, ഒരു യെല്ലോയിഷ് ക്രീം ഷെയ്ഡാണ് വരുന്നതെങ്കിൽ ഒബ്സ്റ്റൂസിഫോളിയ വെരിഗേറ്റഡിന് എപ്പോഴും ഒരു വൈറ്റ് കളർ ഷെയ്ഡായിരിക്കും വരുന്നത്. അതിൻ്റെ വെരിഗേഷൻ എപ്പോഴും വൈറ്റ് കളറായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നൈട്രജൻ കൂടുതലുള്ള ഒന്നും തന്നെ വളമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. പകരം മണ്ണും മണലും മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഏതൊരു ചെടിയാലും കുറേ നാൾ ഒരേ ചട്ടിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മണ്ണിലുള്ള പോഷകങ്ങൾ പോകുന്നത് മാത്രമല്ല, ആ പോട്ടിംഗ് മിക്സ് നല്ലതുപോലെ കട്ടി പിടിക്കുകയും അതുപോലെ വേരോട്ടം ഭയങ്കര ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഇപ്പൊ കണ്ടത് ലീഫിൽ നിന്ന് റൂട്ട്സ് വരുന്നതാണ് കേട്ടോ. അപ്പം ലീഫിൽ നിന്നുകൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊക്കോപിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അധികം യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇത് ഓൾറെഡി വാട്ടർ ഹോൾഡിംഗ് പ്ലാന്റ്സ് ആണല്ലോ. അപ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ വേരുകളിൽ വെള്ളം ചെന്നെത്തിയാൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ മമ്മി ഈ ഇന്റർലോക്കിൻ്റെ ഇടയിൽ നിന്ന് എടുക്കുന്നത് പെപ്പറോമിയുടെ നിറ്റിഡയുടെ ലീഫോ അങ്ങനെ എന്തോ പോയിട്ട് ഇങ്ങനെ റൂട്ടിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ, പ്ലാന്റ് ആണ്. അതപ്പോൾ വേറൊരു ചട്ടിയിൽ നട്ടു വെച്ചു. പിന്നെ ദേ ഇപ്പോൾ ഈ ഒരു എടുത്തുകൊണ്ടിരിക്കുന്ന പെപ്പറോമിയയും ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് കേട്ടോ. കുറേ പ്ലാന്റ്സ് അങ്ങനെ കിട്ടി. ഒരു ലീഫിൽ നിന്ന് തന്നെ കുറേ പ്ലാന്റ്സ് വരും കേട്ടോ.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെപ്പറോമിയ വെറൈറ്റിയിൽ ഒന്നാണ് ഈ വാട്ടർമെലൺ പെപ്പറോമിയ. കാണാൻ വളരെ ഭംഗിയാണല്ലേ. ശരിക്കും ഞങ്ങളുടെ ഇവിടെ മണലൊന്നും കിട്ടാനില്ല കേട്ടോ. മണ്ണാണ് ഇവിടെ കിട്ടുന്നത്. ഭയങ്കര കട്ടിയായിട്ടുള്ള മണ്ണാണ്, ചുവപ്പ് കളറിലുള്ള മണ്ണാണ് കേട്ടോ. അത് പ്ലാന്റ്സിന് വലിയ നല്ല സംഭവമൊന്നുമല്ല. വേരോട്ടൊക്കെ ഭയങ്കര കഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം ശരിക്കും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മണ്ണും ബാക്കി പോട്ടിംഗ് മിക്സും ഒക്കെ കൊണ്ടാണ് ഈ ഒരു ചെടിയൊക്കെ നടുന്നത്. ഭയങ്കര കട്ടി പിടിക്കുന്ന ചെളി മണലാണ് കേട്ടോ ശരിക്കും ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ പെപ്പറോമിയയുടെ നിറ്റഡ് വെരിഗേറ്റഡ് വെറൈറ്റി. നമ്മൾ വെരിഗേഷനുള്ള ഒരു പ്ലാന്റ്സിനും ചാണകമോ നൈട്രജൻ കണ്ടന്റ് ഉള്ള ഒരു വളമോ കൊടുക്കാൻ പാടില്ല കേട്ടോ. നോൺ വെരിഗേറ്റഡ് ഹാങ്ങിങ് അല്ലേ. ഇത് നിറ്റഡേന് നോൺ വെരിഗേറ്റഡ് ആണ്. ഇത് ഹാങ് ചെയ്തൊക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റും. വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നടാത്ത ഫേൺസ് ഒക്കെ ഇന്റർലോക്കിന്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. അതും റെയർ ആയിട്ടുള്ള ഫേൺസ് ആണ് കേട്ടോ. ഈ ചട്ടിയിൽ പതിഞ്ഞ് വളരുന്ന ഈ ഒരു വരയുള്ള പ്ലാന്റ് ഇല്ലേ, അതിനെയാണ് പെപ്പറോമിയ അങ്കുലാറ്റ അല്ലെങ്കിൽ ബീറ്റിൽ ലീഫ് പെപ്പറോമിയ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആ ഒരു ചട്ടിയുടെ സൈഡിൽ നിന്ന പ്ലാന്റ് ആണ് പെപ്പറോമിയ പോളിബോട്രിയ എന്നറിയപ്പെടുന്ന റെയിൻ ഡ്രോപ്പ് പെപ്പറോമിയ. ഒടിച്ചു നടും, ലീഫ് ഒഴിയും, പ്രൊപ്പഗേഷൻ നടക്കും. ഇങ്ങനെ വീഴുന്നത് മതി. ഈ ഒരു റെയിൻ ഡ്രോപ്പ് പെപ്പറോമിയ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. കാരണം പെപ്പറോമിയ പീലിയയുമായിട്ട് ഇത് ഭയങ്കര സാമ്യമുള്ള ഒരു പെപ്പറോമിയാണ്. പെപ്പറോമിയ പീലിയയാണ് ചൈനീസ് മണി പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ബ്രസീലിലെ സ്റ്റോറി കേൾക്കണ്ടേ? നമ്മുടെ ഇന്ത്യയിൽ കല്യാണത്തിനൊക്കെ വാക്ക് കൊടുക്കുന്ന പോലെ ബ്രസീലുകാർ ഒരു റീഅഷ്വറൻസിന്റെ സിമ്പിളായിട്ടാണ് ഈ ഒരു പെപ്പറോമിയ പ്ലാന്റ്സിനെ കരുതുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഉറപ്പ് കൊടുക്കാനും അതുപോലെ തന്നെ ഗിഫ്റ്റായിട്ടൊക്കെ അവർ ഈ ഒരു പെപ്പറോമിയ പ്ലാന്റ്സിനെയാണ് കൊടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഫെങ്ഷുയി പ്രകാരം സ്നേഹബന്ധങ്ങളും അതുപോലെ തന്നെ സമ്പാദ്യവും കൂട്ടുന്നതിനുള്ള ഒരു എനർജിയും ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പെപ്പറോമിയ പീലിയെ വളർത്തുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. ഇത് നമ്മുടെ ബേബി റബ്ബർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പെപ്പറോമിയ ഒബ്സ്റ്റൂസിഫോളിയയുടെ ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കൊമ്പുകളും അതുപോലെ തന്നെ കുറച്ച് ലീവ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 രീതിയിലുള്ള പ്രൊപ്പഗേഷൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇത് ഓൾറെഡി റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പെപ്പറോമിയ ഒബ്സ്റ്റൂസിഫോളിയയാണ്. ഇതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഏരിയയുടെ അവസ്ഥയെന്ന് പറയുന്നത്. നമ്മുടെ ക്ലീനിങ്ങും റീപോർട്ടിങ്ങും റീഫില്ലിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സമ്പൽ സമൃദ്ധിയൊക്കെ കൊണ്ടുവരുന്ന ചെടിയല്ലേ, ഒന്ന് വാങ്ങിച്ച് നട്ടൂടെ? സമ്പൽ സമൃദ്ധി വന്നില്ലെങ്കിലും മനസ്സിനൊരു ശാന്തത വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. മണ്ണിൽ നമ്മുടെ കൈകൾ കൊണ്ട് നടുന്നത് സെറാട്ടോണിൻ കൂട്ടും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.